ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഒരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് കണ്ണൂരേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഞാനും മോനും മാത്രം നാട്ടിലേക്ക് വരുന്നത്, ഹസ്ബൻഡ് അവിടെ തന്നെയാണ്. അപ്പോൾ അതിന് എന്താ പറയുക, വരുമ്പോൾ ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രാവിലെ 6 മണിക്ക് റൂമിൽ നിന്നിറങ്ങി. ഞങ്ങളുടെ റൂം വരുന്നത് അൽ-ഇസ്കാനിൽ. അവിടെ നിന്ന് ഒരു അരമണിക്കൂർ യാത്ര ചെയ്യാനേ ഉള്ളൂ. കാരണം ആ സമയത്തായതുകൊണ്ട് തീരെ റോഡ് ബ്ലോക്ക് ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തും. 9 മണിക്കാണ് ഫ്ലൈറ്റ്. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ടൈമിലാണെങ്കിൽ 9 മണിക്ക് ഫ്ലൈറ്റ് നമ്മൾ പുലർച്ചെ 3 മണിക്ക് ഇറങ്ങണം. എന്നാലേ ഈ ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് എത്തുള്ളൂ. പക്ഷേ ഈ ഒരു സമയത്തായതുകൊണ്ട് ആൾക്കാരൊക്കെ ജോലിക്കൊക്കെ പോയി തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് എത്തുന്നുള്ള ഇതിലാണ് നമ്മൾ 6 മണിക്ക് ഇറങ്ങിയത്, 9 മണിക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴി ഒക്കെ നല്ല എന്താ പറയുക, ഈന്തപ്പനകൾ നിറഞ്ഞിട്ടും പിന്നെ നമ്മുടെ ഒലിവ് മരങ്ങളും ഇതൊക്കെ ആയിട്ടൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ എന്തായാലും ഇതൊക്കെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. മാത്രമല്ല എൻ്റെ ചില ഫ്രണ്ട്സ് പറയാറുണ്ട്, എവിടെ പോയാലും അവിടുത്തെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് അയച്ചു തരണേ, എങ്ങനെ ഉണ്ടാവും അവിടെ കാണാനൊന്ന് പോകാൻ പറ്റാത്തവർ പറയാറുണ്ട്. ഓരോ രാജ്യങ്ങളും ഓരോ വ്യത്യസ്തമായിരിക്കുമല്ലോ, ഒന്നും ഒരുപോലെ ആയിരിക്കുമല്ലോ. അവിടുത്തെ ആചാരങ്ങളും പ്രകൃതിയും എല്ലാം ഡിഫറെൻറ്റ് വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ എയർപോർട്ട് റോഡ് അധികം ഈന്തപ്പനകൾ. ഞങ്ങൾ വരുമ്പോൾ ഈന്തപ്പനയൊക്കെ ഈ ഒരു മഞ്ഞ് തണുപ്പ് കാലം മാറി വന്ന് ഈന്തപ്പനകളൊക്കെ കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. മുമ്പ് ഞാൻ ദമാമിലായിരുന്നപ്പോൾ കായൊക്കെ ഉണ്ടായിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിൽ ഈ ചക്ക മാങ്ങയൊക്കെ ഉണ്ടായി വിരിഞ്ഞ കാണുന്ന ആ ഒരു ഭംഗി തന്നെ ഇവിടെ ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ കൊലച്ച് നിൽക്കുന്ന കാണുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്നില്ല, ഇതൊക്കെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂട്ടിയൊക്കെ വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈന്തപ്പനകളാണ് മൊത്തത്തിൽ. പ്രത്യേകിച്ച് അൽ-ഇസ്കാനിന് ഈ റിയാദ് കിങ് ഖാലിദ് എയർപോർട്ടിലേക്ക് പോകുമ്പോഴുള്ള വഴികളിൽ മൊത്തത്തിൽ ഈ പനകളാണ് കാണുന്നത്. പിന്നെ ഒരു പനത്തോട്ടം തന്നെ കണ്ടിട്ടുണ്ട്, അവിടെ ഞങ്ങൾ മുമ്പ് പോയിട്ടുണ്ട്. പക്ഷേ വെറുതെ ജസ്റ്റ് ഒന്ന് കാണാൻ പോയത്. അപ്പോൾ ഈത്തപ്പഴമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിന് പകരം തെങ്ങുണ്ടാവും ഇതുപോലെ, പക്ഷെ അവിടെ എന്താ ഈത്തപ്പഴം. അപ്പോൾ ഈ 6 മണിക്കുള്ള അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇങ്ങനെയാണ്. ഇതിൻ്റെ കൂടെ നല്ല തണുപ്പും ഉണ്ട്. പിന്നെ ഈ കാണുന്നത് അവിടുത്തെ ഏവിയേഷൻ സെൻറ്റർ, അതൊരു എക്സിബിഷനാണ്. പഴയ വിമാനങ്ങളും പിന്നെ അവരുടെ യുദ്ധകാലത്തുള്ള പലതും അതൊക്കെ വെച്ചിട്ടുള്ളൊരു എക്സിബിഷൻ സെൻറ്ററാണ് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. അവിടെ കേടായ വിമാനങ്ങളും മറ്റും എല്ലാം കാണുന്നില്ല, ഹെലികോപ്റ്ററൊക്കെ നിർത്തിയിട്ടിട്ട്. ഇത് നല്ല ഭംഗിയാണ്. Live in the moment, 'cause we are so free. And in this moment, life is like a dream. Live in the moment, 'cause we are so free. And in this moment, life is like a dream. So come a little closer, but don't hold your breath. Silence in the background, violence in your eyes now. Remember that time you gave your heart to me. Remember that time when life was like a dream. You know what I know. You know what I know. I need to hold you close to me, to me, to me, to me, yeah.
അപ്പം ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്താൻ പോകുന്നു. ഈ റൈറ്റ് സൈഡ് കാണുന്നില്ലേ, അത് എയർപോർട്ടിൽ വിമാനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത്. നമ്മളേക്കും ഈ വിമാനം കണ്ടാൽ എത്തിയെന്ന്, പക്ഷേ ഇവിടുന്ന് പിന്നെയും കിലോമീറ്ററുകളോളം ഇങ്ങനെ ട്രാവൽ ചെയ്യണം. ഇതൊക്കെ നിർത്തിയിട്ട് കണ്ടപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ പെട്ടെന്ന് തന്നെ എത്തുന്നു. പക്ഷേ ഇനിയും കുറേ ദൂരം ട്രാവൽ ചെയ്താലേ അങ്ങ് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഈ റൈറ്റ് സൈഡ് കാണുന്ന എയർപോർട്ടിൽ അവരുടെ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ വണ്ടികളും പിന്നെ എയറോപ്ലെയിൻസും അവിടെ വരുന്ന യാത്രക്കാരുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് റിയാദ് കിങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടായി നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങൾ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ടെർമിനൽ 1-ലാണ് ഞങ്ങൾ ബോർഡിംഗ് പാസ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. മോനിപ്പോൾ എയർപോർട്ടൊക്കെ കണ്ടപ്പോൾ മുമ്പ് ആ ഒരു മൂഡ് ഓഫൊക്കെ മാറി കുറച്ച് ഉഷാറായിട്ടുണ്ട്. നാട്ടിൽ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിൽ സൗദിയിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ ആ സന്തോഷമൊന്നുമില്ല. അപ്പോൾ എയർപോർട്ടിൽ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് സമയമുണ്ട്, 9 മണിക്കല്ലേ ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ ഞങ്ങൾ ജസ്റ്റ് മൊത്തത്തിലൊന്ന് കറങ്ങി നടന്ന്. ഇതാ ഞങ്ങൾ ടെർമിനൽ.
അപ്പോൾ ഇവിടെ അവന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി, അവരൊക്കെ എയറോപ്ലെയിൻ വരുന്നതും പോകുന്നതൊക്കെ ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കി നിൽക്കും. ഈ സമയം കൊണ്ട് ഇഷ്ടംപോലെ എയറോപ്ലെയിന് വരികയോ ലാൻഡ് ചെയ്യുകയോ തിരിച്ച് പോകുന്ന എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കിതൊക്കെ ഒരു ഭയങ്കര അത്ഭുതം. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പ്ലെയിനിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള അനൗൺസ്മെൻറ്റ് വന്ന് ഞങ്ങൾ പ്ലെയിനിലേക്ക് കയറാൻ പോവാം. ഞങ്ങൾക്ക് കിട്ടിയ വിൻഡോസിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഒട്ടും ക്ലിയറല്ല. അതിൽ മൊത്തം സ്ക്രാച്ച് വീണിട്ട് ഒന്നും ക്ലിയറായിട്ട് പുറമേയുള്ള കാഴ്ചകളും ക്ലിയറായിട്ടൊന്നും കാണുന്നില്ല. എല്ലാ വിൻഡോസിനും അത് സ്ക്രാച്ചാണ്. പിന്നെ പ്ലെയിനിലാണെങ്കിൽ അധികം ആൾക്കാരൊന്നുമില്ല, സീറ്റൊക്കെ കംപ്ലീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നു. ഞങ്ങളടുത്ത് കണ്ണൂർ ഇരിട്ടിയിലുള്ള ഒരാൾ ഇരുന്നിരുന്നു. പ്ലെയിന് പുറപ്പെട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയിട്ട് കിടന്നുറങ്ങാം. കാരണം കിടന്നുറങ്ങാൻ മാത്രം സ്പേസ് ആ പ്ലെയിനിലുണ്ടായിരുന്നു. അധികം ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഉറങ്ങാനുള്ള സ്പേസ് ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് ഇപ്പോൾ പറന്ന് തുടങ്ങും. അതിൻ്റെ മുമ്പ് ഉള്ളൊരു ഓട്ടമായത്. ഇതിപ്പോൾ പൊങ്ങും. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി ഞങ്ങൾ സൗദിയോട് ഗുഡ് ബൈ പറഞ്ഞ് നാട്ടിലേക്ക് പോവാം. ഗുഡ് ബൈ അല്ല, ബൈ ബൈ പറഞ്ഞിട്ട് മോൻ പറഞ്ഞ് ബൈ ബൈ പറഞ്ഞാൽ മതി, ഗുഡ് ബൈ പറയാൻ നിൽക്കണ്ട, പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അങ്ങനെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക്. ഞങ്ങൾ രാവിലെ വരുമ്പോൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു. ആ സമയത്ത് കഴിച്ചിട്ടുള്ള ശീലമില്ല. ഒരു 6 മണിക്കൊക്കെ എന്തായാലും ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ്സാണ്. അപ്പം കണ്ണൂരിൽ നിന്ന് സൗദിയിലേക്ക് വരുമ്പോൾ വളരെ നല്ല ടേസ്റ്റായിട്ടുള്ള ഫുഡ്, ബിരിയാണിയും ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ആ സെയിം ഫുഡ് തന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓർഡർ ചെയ്തത്. പക്ഷേ എന്താ, തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ കിട്ടിയ ഫുഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കിട്ടിയ ഫുഡിൻ്റെ അത്ര ടേസ്റ്റും ക്വാളിറ്റിയും ഒന്നുമില്ല. അങ്ങനെ ഫുഡും കഴിച്ച് മോൻ കുറച്ച് സമയം കിടന്നുറങ്ങി. ഇത് മോൻ എൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്ന വീഡിയോ ഇത്. പിന്നെ അവൻ നാട്ടിലെത്താൻ നേരത്തെ എഴുന്നേറ്റ്, കാണുന്നില്ലേ നിങ്ങളെ ചുറ്റും ആൾക്കാരൊന്നും ആരുമില്ല, പ്ലെയിനിൽ ഫുള്ള് കാലിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്താനുള്ള അനൗൺസ്മെൻറ്റ് അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്ര അരമണിക്കൂർ കൊണ്ട് ഇപ്പോൾ ലാൻഡ് ചെയ്യും, നാട്ടിലിപ്പോൾ എത്തുന്നുള്ള. അപ്പോൾ നാട്ടിലെത്താനുള്ള ആ ഒരു പച്ചപ്പ് കണ്ട് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. സൗദിയിൽ എത്ര സ്വർഗ്ഗമാണെങ്കിലും നാട്ടിൽ നിന്നുള്ള ആ പച്ചപ്പും ആ ഒരു വായുവും കിട്ടുമ്പോൾ ഒരു പ്രത്യേക എനർജി കൂടും. ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം, ഇപ്പം നാട്ടിലെത്തിയല്ലോ എന്നുള്ളൊരിത്. ഇത് നമ്മുടെ കണ്ണൂർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവാൻ പ്ലെയിനിലുള്ള എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഉഷാറും മൊത്തത്തിലൊരു സന്തോഷം എല്ലാവർക്കും.
അപ്പോൾ ഞങ്ങൾ പ്ലെയിൻ എല്ലാം ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളെ വണ്ടി ഇതിൻ്റെ താഴെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ കൂട്ടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ പിന്നെയും കാണാം. അതുവരേക്കും ബൈ.